മിസ്റ്റർ ശിവശേഖരന്റെ ഇന്നത്തെ റിപ്പോർട്ട് ഞാൻ കണ്ടു. വളരെ നന്നായി. നിങ്ങൾ അതൊരു ഇഷ്യൂ ആക്കി മാറ്റുന്ന മട്ടുണ്ടല്ലോ. മട്ടുണ്ടല്ലോ, അതാണ് എന്റെ സ്റ്റൈൽ. ആ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ അപ്പോ നമുക്ക് കുടിക്കാൻ എന്താ? സംതിങ് ഹോട്ട്. ഇവിടെ ബാറുണ്ട്. ഈ നേരത്തോ? അത് കള. പത്രക്കാർക്ക് അതിന് നേരോ കാലോ ഒന്നുമില്ലെന്ന് എനിക്കറിയാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു 2 എണ്ണം അടിച്ചാൽ നല്ല മൂടായിരിക്കും. പറയട്ടെ? വേണ്ട, ഞാൻ പകല് കഴിക്കാറില്ല. സമയം പോകുന്നു. സ്വകാര്യനെയും പറഞ്ഞില്ല. ഒന്നുമില്ല. ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് കാണാതായ പയ്യന് ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അന്വേഷിച്ചറിഞ്ഞു. വായനക്കാരോട് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ റിപ്പോർട്ടുകളും വളരെ സമഗ്രമായി അന്വേഷിച്ച ശേഷമേ ഞങ്ങൾ എഴുതാറുള്ളൂ. ഇത്തരം സെൻസേഷണലായ റിപ്പോർട്ടുകളിൽ നിങ്ങൾ എന്തിനാ പാവം പെൺകുട്ടികളെ വലിച്ചഴക്കുന്നത്? അതവരുടെ ഭാവിയെ ബാധിക്കില്ലേ? നാട്ടിലുള്ള പെൺകുട്ടികളുടെ മുഴുവൻ ഭാവി ശോഭനമാക്കി കൊടുക്കലല്ല പത്രക്കാരന്റെ പണി. അതിരിക്കട്ടെ, നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഇത്ര താല്പര്യം? ആ റിപ്പോർട്ടിൽ പറയുന്ന പെൺകുട്ടി എന്റെ മകളാണ്. കാണാതായ എബ്രഹാമിനെ അവൾക്കറിയാമായിരുന്നു. വെറും പരിചയം. വെറും പരിചയം? എബ്രഹാമിനെ പരിചയമുള്ള ധാരാളം പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവരുടെ ആരുടെയും തന്തമാർ എന്നെ അന്വേഷിച്ച് വന്നില്ലല്ലോ. അതെന്താ? അത് അവരോട് ചോദിക്കണം. എനിക്ക് എന്റെ മകളെ കുറിച്ച് ഉത്കണ്ഠയുണ്ട്. മിസ്റ്റർ രവീന്ദ്രനാഥ്, കളികൾ എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ മകളുടെ കാമുകനാണ് കാണാതായ എബ്രഹാം. അവൻ എവിടെയാണ്? നിങ്ങൾ ഒളിപ്പിച്ചതോ അതോ? അനാവശ്യം പറയരുത്. നിങ്ങൾ എന്താ ഒരു അച്ഛന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാത്തത്? സ്വന്തം പെൺമക്കളുടെ കാമുകന്മാരെ കൊന്നു കുഴിച്ചുമൂടി എത്രയോ തന്തമാരെ പറ്റി ഞാൻ പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ അടുത്ത് അഭിനയം വേണ്ട. എബ്രഹാം എവിടെ? നിങ്ങൾക്കറിയാം. നിങ്ങളത് പറയും, ഇല്ലേ പറയിപ്പിക്കും. എടോ, ഇത്രയും സമയം ഞാൻ മര്യാദക്കാണ് സംസാരിച്ചത്. ഇനി ഞാൻ തനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. ഇനി ഒരക്ഷരം എന്റെ മകളെ കുറിച്ച് അച്ചടിച്ചു വന്നാൽ അത് നിന്റെ അവസാനത്തെ റിപ്പോർട്ടായിരിക്കും. സൂക്ഷിച്ചോ.